ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് സ്റ്റിച്ചിങ് വീഡിയോ ഒന്നല്ല കേട്ടാ. ഞാൻ ദാ എൻ്റെ പഴയ ഒരു സെറ്റ് സാരിയും പൊക്കി പിടിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. പഴയതെന്ന് പറയുമ്പം ഈ സാരി അല്ല വാങ്ങിയിട്ടല്ല, എനിക്ക് ഗിഫ്റ്റ് തന്നതാണ്. അപ്പം ഈ സാരി കിട്ടിയിട്ട് ഏകദേശം 10 വർഷത്തോളായി. എന്നാലും ഞാനിത് ആകെ 2 പ്രാവശ്യം ഉടുത്തിട്ടുള്ളൂ. ഒന്ന് എൻ്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ആദ്യമായിട്ട് അമ്പലത്തിൽ പോയപ്പോഴും, അതേപോലെ തന്നെ കല്യാണത്തിൻ്റെ അന്ന് രാവിലെ ഒന്ന് അമ്പലത്തിൽ തൊഴാൻ പോയപ്പോഴും അന്ന് മടക്കി കയറ്റി ഷെൽഫിൽ വെച്ചതാണ് ഈ സാരി. ഉടുക്കാൻ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല ട്ടാ, അലക്കാനില്ല മടി കൊണ്ടാണ്, വേറൊന്നല്ല. അപ്പൊ ഇപ്പൊ എനിക്ക് സെറ്റ് സാരി ഉടുക്കാനൊരു മോഹം. നാട്ടിൽ തെയ്യാന്ന് വരാൻ പോന്നെ, അതേപോലെ മോന്റെ ചോറൂണുണ്ട്. ഇതിലേതിനെങ്കിലും ഒന്നിനായിട്ട് എനക്കൊന്ന് ഈ സാരി ഒന്ന് എടുത്തിട്ട് പോണം എന്നൊരു ആശ. ഇതിന് ഇതേപോലെ ഉടുത്തിട്ട് പോകുന്നതിൽ ഒരു ത്രില്ലില്ല. എന്ത് കാര്യം ഉണ്ടെങ്കിൽ എൻ്റെ ഒരു കൈ അതിനകത്ത് പതിപ്പിച്ച് അത് കൊളാക്കാണ്ട് എനക്കൊരു സമാധാനം ഉണ്ടാവില്ല. അപ്പം ഈ ഒരു സാരിയിൽ ഞാൻ ഫാബ്രിക് പെയിന്റിങ് പരീക്ഷിക്കാന്ന് തന്നെ വിചാരിച്ചു. എന്തായാലും പഴഞ്ചനായോണ്ട് ഇനിയിപ്പോ കൊളായാലും അങ്ങ് നഷ്ടബോധം തോന്നൂല. അങ്ങനെ വർഷങ്ങളായിട്ട് എൻ്റെ ഷെൽഫിന്റെ തടവറയിൽ കിടക്കുന്ന ഈ ഒരു സാരിക്ക് ഇപ്പൊ മോചനം കിട്ടാൻ പോവുമെന്ന്. അപ്പൊ കുറേ നാളായിട്ട് ഇങ്ങനെ മടക്കി വെച്ചതായോണ്ട് അതിന്റെ മടക്ക് ഭാഗത്തൊക്കെ ചെറിയ കറയും ഒരു സ്മെല്ലും പിന്നെ ദ്രവിക്കാനായതുപോലൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ കരുതി ഇതിനൊന്ന് മര്യാദക്ക് അലക്കിയിട്ട് വെയിലത്തൊക്കെ ഇട്ട് ഉണക്കി നന്നായിട്ട് ഒന്ന് അയൺ ചെയ്തെടുത്ത് കുട്ടപ്പനാക്കി എടുത്തതിന് ശേഷം ബാക്കി പരിപാടിയിലേക്ക് കടക്കാന്ന്. അങ്ങനെ നന്നായിട്ട് അലക്കി ഉണക്കിയെടുത്ത് നന്നായിട്ട് ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. ബോർഡർ വരുന്ന അവിടെയൊക്കെ മടക്കൊക്കെ ഉള്ളത് നന്നായിട്ട് വലിച്ച് പിടിച്ച് നീർത്തിയിട്ട് അങ്ങ് തേച്ച് കൊടുക്കുന്നുണ്ട്. എന്നാലും എനിക്ക് ശരിക്കും തേക്കാനൊന്നും അറിയാത്തോണ്ട് ചുളിവൊന്നും നീരുന്നില്ല. തേപ്പിൽ എക്സ്പേർട്ട് അല്ലാത്ത ഞാൻ അങ്ങനെ എങ്ങനെയൊക്കെയോ സാരി തേച്ചെടുത്തു. അപ്പൊ പിന്നെ അടുത്ത പ്രശ്നം എന്താ, ഇതിൽ വരക്കാനൊരു ഡിസൈൻ വേണ്ടേ? അധികം ആരും ചെയ്യാത്തൊരു ഡിസൈൻ വേണം. അങ്ങനെ ഞാൻ ഫോണിൽ ഡിസൈൻ തപ്പി തപ്പി ഇരുന്ന് വെറുതെ ഒരു ദിവസം അങ്ങ് കളഞ്ഞ്. എന്നിട്ട് ഞാൻ ആരും ഇതുവരെ ചെയ്യാത്തൊരു ഡിസൈൻ തപ്പി പിടിച്ച് വന്നു. ഏതാണെന്നറിയോ? ലോട്ടസ്, നമ്മുടെ താമരപ്പൂല്ലേ, അതിന്റെ ഡിസൈൻ. ഇതുവരെ ആരും ചെയ്തിട്ടില്ലല്ലോ, ഫ്രഷേ. ഈ ഡിസൈൻ കണ്ടെത്തിയാൽ മാത്രം പോരല്ലോ, വരക്കാൻ അറിയാത്ത ഞാൻ ഇതൊക്കെ വരച്ചെടുക്കാനോ. അപ്പൊ നമ്മുടെ ഫോണില് പേപ്പർ കോപ്പി എന്ന് പറഞ്ഞ ഒരു ആപ്പ് ഉണ്ടായിരുന്നു. വെച്ചിട്ട് ഞാൻ അങ്ങനെ ഒരുവിധം ഞാൻ ഡിസൈനൊക്കെ വരച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതുപോലെ പേപ്പറിൽ വരച്ച് ഒന്ന് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ സ്കെച്ചിനെ കൊണ്ട് വരച്ചു കൊടുത്തത്. നമുക്ക് ഇതിന്റെ സാരീന്റെ അടിയിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുത്ത് ഞാൻ പെൻസിലിനെ കൊണ്ട് തന്നെയാണ് വരച്ചു കൊടുക്കുന്നത്. എന്തായാലും അതിന്റെ മേലെ പെയിന്റ് ചെയ്യാൻ പോകുന്നില്ല, പിന്നെ പെൻസിലായെന്നാ. അങ്ങനെ ആദ്യം തന്നെ ബോർഡറിലൊക്കെ ഈ ഡിസൈൻ അങ്ങ് ഫുള്ളായിട്ട് വരച്ചു കൊടുത്തു. എന്നിട്ട് വേഗം അങ്ങ് പെയിന്റിങ്ങിലേക്ക് കടന്നു. എളുപ്പല്ലേ, സിമ്പിൾ അല്ലേ, പെട്ടെന്ന് തീരുമല്ലോ എന്ന് വിചാരിച്ച് തുടങ്ങിയതായിരുന്നു. എൻ്റെ അമ്മോ, ഇരുന്നിരുന്ന് മനുഷ്യന്മാർ പണി ഒരുങ്ങീന്. പെയിന്റ് കൊടുത്തിട്ടൊന്നും ഇത് തീരുന്നേയില്ല. ഫുള്ള് ഡിസൈനും വരച്ചു പോയി. ഇല്ലെങ്കിൽ ഞാൻ പകുതിക്ക് വെച്ച് നിർത്തിയിട്ട് പോകാന്നല്ലേ വിചാരിച്ചത്. വെറുതെ ഡിസൈൻ വരച്ചിട്ട് ഒരു സാരി കളയണ്ടല്ലോ വെച്ചിട്ട് ക്ഷമിച്ചിരുന്നു. അങ്ങനെ ആദ്യമൊക്കെ ഞാൻ വൈറ്റ് ബേസ് കൊടുത്ത് അത് ഉണങ്ങിയതിന് ശേഷം പെയിന്റ് ചെയ്തു. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ പിന്നെയും ഷെയ്ഡിങ് ഒക്കെ കൊടുത്ത് അടിപൊളിയായിട്ട് ചെയ്തുകൊണ്ട് ഞാൻ പിന്നെ ചെയ്ത് വയ്യ, എനിക്ക് ഭ്രാന്തായി. എന്നാൽ പിന്നെ ഡയറക്റ്റ് ആയിട്ട് പെയിന്റ് തന്നെ അടിച്ച് വേഗം തീർത്തക്കാന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ ഇരുന്ന് സമയം 1 മണി, ഉറക്കം വന്ന് കണ്ണു കുത്തുന്നു. എന്നിട്ട് തീരെ പിടിച്ചിരിക്കാൻ പറ്റൂലെന്ന് മനസ്സിലാക്കിയപ്പോൾ അതവിടെ പകുതിക്ക് ഇട്ടിട്ട് ഞാൻ ഉറങ്ങാൻ പോക്കായി. എന്നിട്ട് പിറ്റേന്ന് രാവിലെ എണീറ്റ് പണി പിന്നെയും തുടങ്ങിയിട്ടുണ്ട്. രാവിലെ പിന്നെ മേശമേലിട്ടിട്ടല്ല, കട്ടിൽമേലെങ്ങും വലിച്ചിട്ടിട്ട് അവിടുന്ന് പണിയാന്ന് വിചാരിച്ചു. ഈ ഒരു യുദ്ധത്തിന് അങ്ങ് തീർക്കണമെന്ന് വിചാരിച്ച് ഇരുന്നതായിരുന്നു. പക്ഷെ തീർന്നത് പെയിന്റായിപ്പോയി. അങ്ങനെ ആ പണിയുടെ പകുതിക്ക് വെച്ച് സ്റ്റോപ്പായി. എന്നിട്ട് മേമനെ വിളിച്ച് പെയിന്റൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞ് വൈകുന്നേരം പിന്നെ ഇരുന്നിട്ടാണ് ഈ വർക്കൊന്ന് തീർത്തത്. അങ്ങനെ 2-3 മണിക്കൂർ കൊണ്ട് തീർക്കണം എന്ന് വിചാരിച്ച സാധനം ഞാൻ 3 ദിവസം എടുത്തിട്ടാണ് തീർത്തത്. അങ്ങനെ പെയിന്റ് അടിച്ച സാധനമൊക്കെ നന്നായിട്ട് വെയിലത്തിട്ട് ഉണക്കി. ഇനി ഇതൊന്ന് നമുക്ക് നല്ല വൃത്തിക്ക് തേച്ചെടുക്കാം, എന്നെങ്കിലേ പെയിന്റ് ഒക്കെ അവിടെ സെറ്റ് ആയിട്ട് വെക്കുള്ളൂ. അപ്പോൾ ഒന്നും കൂടി അയൺ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഒന്ന് ഉടുത്തു നോക്കാണ്ട് എങ്ങനെയാ ശരിയാവുക, അതുകൊണ്ടൊന്ന് ട്രയലും കൂടി നോക്കി. വൃത്തിക്കൊന്നും ഉടുത്തിട്ടില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് ട്രയൽ നോക്കിയത് മാത്രമാണ്. അപ്പൊ ഇതാണ് നമ്മുടെ പഴഞ്ച സാരിക്ക് കിട്ടിയ പുതിയ മേക്ക് ഓവർ. നല്ലോണം ക്ഷമിച്ചിരുന്ന് ചെയ്തെടുത്ത വർക്കാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായം പറയാൻ മറക്കല്ലേ. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.